തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലയെ രംഗത്തിറക്കി പാലക്കാട് ബി.ജെ.പിയുടെ റോഡ് ഷോ. സി കൃഷ്ണകുമാറിന്റെ പ്രചരണാർത്ഥമാണ് അണ്ണാമലൈ പാലക്കാട് എത്തിയത്. കഞ്ചിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലാണ് റോഡ് ഷോ. കോയമ്പത്തൂർ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൂടിയായിരുന്ന കെ അണ്ണാമലൈ ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണാർത്ഥം തമിഴ്നാട്ടിലെ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലയെ രംഗത്തിറക്കിയിരിക്കുകയാണ് ബി.ജെ.പി. അണ്ണാമലയുടെ റോഡ് ഷോയാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മലമ്പുഴ, പാലക്കാട് നിയോജക മണ്ഡലങ്ങളിലായിട്ട് 2 റോഡ് ഷോകളിലാണ് അണ്ണാമലൈ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് അണ്ണാമലയ്ക്ക് പാലക്കാട് ഒരുക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് പിന്നാലെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ഒരു റോഡ് ഷോയിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സ്വീകരണം തന്നെയാണ് അണ്ണാമലയ്ക്ക് നിലവിൽ പാലക്കാട് ബി.ജെ.പി. ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയിട്ടായിരുന്നു ബി.ജെ.പി. അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ. ഇന്നലെയായിരുന്നു തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. അതിനുശേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് കൂടി അണ്ണാമലൈ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിൽ ബി.ജെ.പി. വിജയം പ്രതീക്ഷിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് എന്ന് പറയുന്നത്. സി കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി. മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ശ്രീകൃഷ്ണകുമാറിന്റെ പ്രചരണത്തിനായിട്ട് മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ബി.ജെ.പിയുടെ മറ്റൊരു സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള അണ്ണാമലയെ കൂടി ഇറക്കിക്കൊണ്ട് വിജയം കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ബി.ജെ.പി. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അണ്ണാമലയുടെ സന്ദർശനം കൂടി ആകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ഊർജിതമാകും ബി.ജെ.പി. ക്യാമ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവർത്തകരും വലിയ ആവേശത്തിലും ആഘോഷത്തിലും തന്നെയാണ് ഈ ഒരു റോഡ് ഷോയിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.